ആരെയും സമ്മർദ്ദം ചെലുത്തി UDF-ലേക്ക് കൊണ്ടുവരില്ലെന്ന് മുന്നണി കൺവീനർ അടൂർ പ്രകാശ്. UDF-മായി സഹകരിക്കാൻ താൽപര്യമുള്ളവർ വരട്ടെ, അത് അവരുടെ ആവശ്യപ്രകാരമായിരിക്കണം. അല്ലാതെ ഒരാളെ പോലും സമ്മർദ്ദം ചെലുത്തി UDF-ലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ദീർഘകാലമായി MLA ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി ഞങ്ങളോടൊപ്പം ചേർന്നു. അപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വിസ്മയമാക്കിയാണ് ഞാനതിനെ കാണുന്നത്. ഞങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം നിങ്ങൾ വിസ്മയത്തിലൂടെ കണ്ടു അല്ലെങ്കിൽ കാണുന്നു എന്ന് നിങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സ് നിങ്ങൾക്കുണ്ടോ എന്നതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഈ മറുചോദ്യം, ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുചോദ്യം അങ്ങോട്ടും വരും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കൂടി അത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-ൻ്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് അത് വെച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അവരാലോചിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDF-മായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലല്ലല്ലോ ചർച്ച നടത്തേണ്ടത്. അത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടണം. അതല്ലാതെ കണ്ട് അങ്ങോട്ട് പോയി ഒരു ചർച്ചയ്ക്ക് പോകുന്ന പ്രശ്നം ഇനി ഉദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ആണ് ഇതൊക്കെ പറയുന്നത്, നിങ്ങളാണ് സംപ്രേഷണം ചെയ്തത്. ജോസ് കെ മാണി വരാൻ പോകുന്നു എന്നൊക്കെ സംപ്രേഷണം ചെയ്തത് നിങ്ങളാണ്. അത് എവിടെ നിന്ന് സോഴ്സ് കിട്ടി എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. അല്ല, അതൊക്കെ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ചില തീരുമാനങ്ങൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. മാണി സി കാപ്പൻ ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാലായിൽ നിന്നാണ് MLA ആയത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യങ്ങളും ഞങ്ങൾ ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഏതായാലും UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ മുമ്പിൽ വരാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. അത് ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനങ്ങൾ കൈക്കൊള്ളും. അത് ഉഭയകക്ഷി ചർച്ചയിൽ അതാത് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ള അവസരമുണ്ട്. ആവശ്യപ്പെടുന്ന അവസരത്തിൽ അവരുമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള അവസരമുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഞങ്ങളൊരു വിസ്മയത്തെക്കുറിച്ചും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. ഏതായാലും UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്.